Hi children, welcome back to my channel Smart School Student. നമ്മൾ കാണാൻ പോകുന്നത് മാത്തമാറ്റിക്സ് ക്ലാസ് 7. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടുണ്ട്. ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് പാരലൽ ലൈൻസ് ആണ്. അപ്പോൾ ആ പാരലൽ ലൈൻസ് എന്ന ചാപ്റ്ററിലെ ജിയോജിബ്രയിൽ ചെയ്യേണ്ട കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. അതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ബ്ലൂ റെക്റ്റാങ്കിളിൽ എഴുതിയേക്കുന്ന എല്ലാം ജിയോജിബ്രയിൽ ചെയ്ത് നോക്കേണ്ടതാണ്. ജിയോജിബ്രയിൽ ചെയ്യേണ്ട ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഡ്രോ എ ലൈൻ എ ബി, മാർക്ക് എ പോയിന്റ് സി ഓൺ ദ ലൈൻ ആൻഡ് അണ്ടർ പോയിന്റ് ഡി ഔട്ട്സൈഡ് ദ ലൈൻ. ഇതാ നോക്ക്, ഒരു പോയിന്റ് ഇവിടെ എ, ഇവിടെ ഒരു പോയിന്റ് ബി, ദെൻ സി അതിൻ്റെ ഉള്ളിൽ തന്നെ മാർക്ക് ചെയ്തു, ദെൻ ഡി എന്നുള്ള പോയിന്റ് ഔട്ട്സൈഡ് ദ ലൈനിൽ മാർക്ക് ചെയ്തു. ഫൈൻഡ് ആംഗിൾ ബി സി ഡി. ആംഗിൾ ബി സി ഡി ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനി ഡിഫറെൻ്റ് ഓർഡറിൽ ക്ലിക്ക് ചെയ്താൽ എങ്ങനെ ഇരിക്കുന്ന ചെക്ക് ചെയ്യണം. പിന്നെ പറഞ്ഞിരിക്കുന്നത് മാർക്ക് ദ അതർ ആംഗിൾസ് ഓൾസോ ലൈക്ക് ദിസ്. ബാക്കി എ സി ഡി ആ ആംഗിൾസൊക്കെ നമ്മൾ മാർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് എ റിലേഷൻ ബിറ്റ്വീൻ ദ ആംഗിൾ മെഷേഴ്സ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡി സി ബിയും ഡി സി എയും തമ്മിലുള്ള ആംഗിളിൻ്റെ റിലേഷൻ എന്താണ്? ഡോണ്ട് യു സീ എ ചേഞ്ച് ഇൻ ദ ആംഗിൾസ് ചേഞ്ച് ആവുന്നില്ലേ? ഡസ് ദ റിലേഷൻ ചേഞ്ച്? ആംഗിൾ ചേഞ്ച് ആവുമ്പോൾ അത് തമ്മിലുള്ള റിലേഷൻസ് ചേഞ്ച് ആവുന്നുണ്ടോ? ഞാൻ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ് ജിയോജിബ്ര ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ജിയോജിബ്ര. ഇവിടെ നമുക്ക് കാണാം ഒരു ലൈൻ ടൂളുണ്ട്. ലൈൻ ടൂൾ യൂസ് ചെയ്തിട്ട് എയും ബിയും ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി എ ബി എന്നാണ് വരിക. അപ്പോൾ ഒരു ലൈൻ വരയ്ക്കാനാണ് ഫസ്റ്റ് ആ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കണേ. പിന്നെ എയുടെയും ബിയുടെ ഇടയിൽ സി എന്നുള്ള പോയിന്റ്, അപ്പോൾ അതിന് നമ്മൾ വേണ്ടി ഒരു പോയിന്റ് ടൂൾ എടുത്തിട്ട് സി എന്നുള്ള പോയിന്റ് നമ്മളിവിടെ മാർക്ക് ചെയ്തു. പിന്നെ പറഞ്ഞിരിക്കുന്നത് ഡി എന്നുള്ളൊരു പോയിന്റ് ക്രിയേറ്റ് ചെയ്യാനാണ്. ഡി എന്നുള്ള പോയിന്റ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. പിന്നെ ഡിയും സിയും തമ്മിൽ ഒരു ലൈൻ ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ലൈൻ ടൂൾ എടുത്ത് അത് വരയ്ക്കാം. So there is an angle tool right there. അപ്പോൾ ഈ ആംഗിൾ ടൂൾ എടുത്തിട്ട് ഓരോ പോയിന്റും സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വി ക്യാൻ ഫൈൻഡ് ദ ആംഗിൾ ബി സി ഡി. അപ്പോൾ ഇവിടെ ആംഗിൾ കിട്ടിയിരിക്കുന്നത് 54.0 എന്നാണ്. പിന്നെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ആംഗിള് നിങ്ങൾ ആ ലൈൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആംഗിൾ ചേഞ്ച് ആവും. ഓഫ് കോഴ്സ് ആംഗിൾ ചേഞ്ച് ആവും നിങ്ങൾക്കറിയാം. നമുക്ക് നേരെ ഓപ്പോസിറ്റുള്ള ആംഗിൾ നോക്കാം. ദാറ്റ് ഈസ് ഡി സി എ നമുക്ക് നോക്കാം. അതെങ്ങനെയായിരിക്കും? ഡി സി എയും ബി സി ഡിയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം 180 കിട്ടുന്നു. അപ്പോൾ ആംഗിൾ ഡി സി എ നമുക്ക് കിട്ടി 126. പിന്നെ പറഞ്ഞിരിക്കുന്നത് ട്രൈ ചേഞ്ച് ദ പൊസിഷൻ ഓഫ് ഡിയുടെ പൊസിഷൻ ചേഞ്ച് ചെയ്തപ്പോൾ നോക്കണ്ടോ ആംഗിൾസ് മാറുന്നുണ്ട്. പക്ഷേ രണ്ട് ഓപ്പോസിറ്റ് ആംഗിളും കൂടി ആഡ് ചെയ്യുമ്പോൾ 180 തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ടായത് വാട്ട് ഈസ് ദ റിലേഷൻ അല്ലേ? എന്താണ്? രണ്ട് സ്മോൾ ആംഗിൾസിൻ്റെ മെഷർ സെയിം ആയിരിക്കും, രണ്ട് ലാർജ് ആംഗിൾസിൻ്റെ മെഷറും സെയിം ആയിരിക്കും. സ്മോൾ ആംഗിളും ലാർജ് ആംഗിളും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് 180 ഡിഗ്രി. ഒരു ജിയോജിബ്ര ക്വസ്റ്റ്യനാണ് ഇപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്നത്. ഇനിയും ബാക്കി ക്വസ്റ്റ്യൻസ് ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.